എപ്പോഴാണ് നമ്മളെ തേടി എത്തുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഭാഗ്യം തേടി എത്തിയ ഒരാളുണ്ട് നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂരിൽ. ഇപ്പം ഈ കഴിഞ്ഞ പൂജാ ബമ്പർ 12 കോടി അടിച്ച ദിനേശ് എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ ഞങ്ങളിത് ദിനേശ് ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, തൊടിയൂരുള്ള വീട്ടിലെത്തിയിട്ടുണ്ട്. ദിനേശ് ചേട്ടൻ്റെ വിശേഷങ്ങളും ഈ 12 കോടിയൊക്കെ എന്താ ചെയ്യുന്നത് നമുക്കറിയണമല്ലോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ദിനേശ് ചേട്ടൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ദിനേശ് ചേട്ടൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം. നമസ്കാരം ദിനേശ് ചേട്ടാ, തിരക്കിലാണോ? ദിനേശ് ചേട്ടൻ്റെ നല്ല തിരക്കിലാണ്. നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഒതുക്കുന്നതിൻ്റെ തിരക്കിലാണ്. പക്ഷെ നമുക്ക് ദിനേശ് ചേട്ടൻ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കൈയോടെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ദിനേശ് ചേട്ടാ, കൺഗ്രാജുലേഷൻസ് ആദ്യം. അപ്പം 12 കോടിയൊക്കെ കിട്ടി. കൈ കിട്ടിയിട്ടില്ല, പക്ഷേ ആ ഭാഗ്യശാലിയാണെന്നൊക്കെ അറിഞ്ഞു. അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ടെന്നും കുറച്ച് കഥകളുണ്ടെന്നും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞങ്ങളോടുകൂടെ പങ്കുവയ്ക്കാം. ഞാൻ നേരത്തെ തൊട്ട് ടിക്കറ്റ് എടുക്കാറുണ്ട്, ബമ്പർ ടിക്കറ്റുകളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ 2019 എടുത്ത ഒരു ടിക്കറ്റ് ഒരു നമ്പർ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് കരുനാഗപ്പള്ളി ചുങ്കത്തിയൂരിലുള്ള സ്റ്റാഫുകൾക്കായിരുന്നു അടിച്ചത്. അന്ന് തൊട്ടേ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം നിലയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ അടിക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ എനിക്ക് തോന്നി ഇന്നടത്ത് പോയി, കൊല്ലത്ത് പോയി, ഇവിടുന്ന് തന്നെ നല്ല ദൂരമുണ്ട്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെ പോയതായിരുന്നു. അതിൽ ഭാഗ്യം കടാക്ഷിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നീട് നമ്മുടെ ഫണ്ട് ആദ്യം കുറച്ച് നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഫണ്ടുകളിൽ നിന്ന് സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് മാറ്റി വെക്കും. അത് അങ്ങനെ മാറ്റി വെച്ചാലേ നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ സേവനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം വീടില്ലാത്ത 10-20 പേർക്കൊക്കെ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫണ്ടുകൾ മൊത്തത്തിൽ അങ്ങ് തീർന്നു പോകും. അന്നേരം പിന്നീട് ബാക്കിയുള്ളവരെ പിന്നെ സഹായിക്കാൻ പറ്റും. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വീതത്തിൻ്റെ ഭാഗമായി എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി ഫണ്ടുകൾ നീക്കി വെക്കും. അപ്പം ഈ ബമ്പർ അടിച്ച കാര്യം ആദ്യം ആരോടായിരുന്നു പറഞ്ഞത്? ബമ്പർ അടിച്ച കാര്യം നമ്മുടെ ലോട്ടറി ഏജൻസിയായ ജയൻ ചേട്ടനോട് തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. അത് നറുക്കെടുത്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ ന്യൂസ് എൻ്റെ മൊബൈലിൽ തന്നെ നോക്കി കണ്ട് ഞാൻ പിന്നെ ലോട്ടറി സ്കാൻ ചെയ്തപ്പം സമ്മാനം ഉണ്ടെന്നറിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇതേപോലെ ഒരു കല്യാണ പരിപാടിയായിട്ട് നിൽക്കുവാണ്. അതിന് ഇത് ചേട്ടനാരോടും പറയരുത്. പക്ഷേ ചേട്ടനാരോടും പറഞ്ഞില്ല. ഞാൻ ചെല്ലുന്നതിന് ശേഷമാണ്, ചെല്ലുന്നതിന് അരമണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇവിടുന്ന് വരുന്ന കാര്യം പറഞ്ഞതിൽ എന്നോട് ചോദിച്ചാൽ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ ടൈറ്റാനിയം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മൊബൈലിൽ പുറകിലിരുന്ന വൈഫൊക്കെ ഇവിടെ അവർ പറയുന്നതിനൊക്കെ പേര് വന്ന് തുടങ്ങിയെന്ന്. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വന്നേരം. വിവാഹത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്വർണ്ണമെടുപ്പ്, വണ്ടി, ഓഡിറ്റോറിയം, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളാണ് ഏൽപ്പിച്ചിരുന്നത്. അന്നേരം അത് ഉത്തരവാദിത്തോടെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കണം. അതും നല്ല നമ്മുടെ ഈ ഏരിയയിലൊക്കെ ആരൊക്കെ ഒരു കാർ എടുക്കണമെങ്കിലോ 2 വീലർ എടുക്കണമെങ്കിലോ ആദ്യമേ നമ്മുടെ ഏത് വണ്ടി എടുക്കണം, ഏത് മോഡൽ, അന്നേരം അവർക്ക് അതിനുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പല പല ബ്രാൻഡുകളുടെ പേര് പറഞ്ഞിട്ട് അതിൽ ഇഷ്ടമുള്ള നിങ്ങൾ സെലക്ട്, ഗുണങ്ങളും ദോഷങ്ങളും പറയും. മൊബൈൽ എടുക്കാനായാലും TV എടുക്കാനായാലും വീട് വെപ്പനയായാലും എല്ലാം ആ ഒരു ആൾക്കാരുമായിട്ട് സഹകരണം ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ലാഭം ഉണ്ടാവും എന്നുള്ള കാര്യം ഈ നാട്ടുകാർക്കറിയാം. പിന്നെ അവർക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ വഴി ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ദിനേശ് ചേട്ടനെ. ഞങ്ങൾ അങ്ങ് ജംഗ്ഷൻ മുതൽ വഴി ചോദിക്കുമ്പോഴും കൃത്യമായിട്ട് ഈ വീട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ദിനേശ് ചേട്ടൻ ഈ നാട്ടുകാർക്ക് എത്ര സ്വീകാര്യനാന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിനേശ് ചേട്ടനല്ല, നാട്ടുകാർക്ക് ലോട്ടറി അടിച്ച ഒരവസ്ഥയാണ് ഈ നാട്ടുകാർക്കെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് തന്നെ ഞാൻ ഇന്നലെ അടിവരായിട്ട് ഞാൻ എല്ലാവരുടെയും പറഞ്ഞതിൻ്റെ കാര്യം അത് തന്നെയാണ്. എനിക്ക് ലോട്ടറി അടിച്ചത് ഈ നാടിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ. ഇപ്പം എനിക്ക് കാറുണ്ടെങ്കിലും എൻ്റെ ഗൾഫിൽ നിന്ന് വരുന്ന സുഹൃത്തുക്കളാണ് ഈ കാറുകൾ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ അവർ വന്നിട്ട് പോകുമ്പം അവരുടെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ എവിടെ പോയാലും എൻ്റെ 2 വീലറിലാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയാൽ പോലും 2 വീലറിലാണ് എല്ലായിടവും കറങ്ങിയൊക്കെ ചെയ്യുന്നത്. അതിന് നമ്മൾ പൈസ അനാവശ്യമായിട്ട് കളയുന്നില്ല. ആ രീതി കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം അവർക്കും അറിയാം. പിന്നെ അവർക്ക് വേണ്ടുന്ന ഏത് കാര്യമായാലും നമ്മളോട് വിളിച്ച് ചോദിക്കും. അതിന് നമ്മൾ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ആരെപ്പം വിളിച്ചാലും നമ്മൾ ഓടിച്ചെല്ലുകയും ചെയ്യും. ഏത് കാര്യത്തിനും ഓടിച്ചെല്ലുകയും ചെയ്യും. അങ്ങനെ നാടുമായിട്ടൊരു ബന്ധമുണ്ട്. അതിൻ്റെ കൂട്ട് സഹായങ്ങളുമുണ്ട്. നമ്മൾ ഈ പറയുമല്ലോ ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭീഷണികൾ വരും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല, 1 രൂപ പോലും അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഭീഷണികൾ വരും, കൊല്ലുമെന്ന് ഭീഷണി, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ ഭീഷണിയൊക്കെ വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഈ ലോട്ടറി കിട്ടിയ തുകയെക്കാട്ടിലും കൂടുതൽ നമ്മൾ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അന്നേരം ഈ സാമ്പത്തികം വലിയ തുകയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതില്ല. പിന്നെ ആൾക്കാരുമായിട്ടുള്ള ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടില്ലയോ, നമ്മുടെ ഇത് വലിയ വീടാണെങ്കിൽ ഇപ്പോൾ ഒരു ഗേറ്റ് പോലും നമ്മൾ ചെയ്തിട്ടില്ല. ആർക്കും എപ്പം വേണമെങ്കിലും വന്ന് സഹായങ്ങൾ ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലുള്ള ഇടപെടുക അങ്ങനെ ഉള്ള ആ ഒരു ഇതില്ല. നമ്മുടെ കുട്ടികൾ അമൃത സ്കൂളിൽ പഠിക്കുന്നു, അവരോട് വരുന്നുണ്ട്, ട്യൂഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭീഷണികളൊന്നുമില്ല. അങ്ങനെയുള്ള കാലം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഇതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തൊന്നുമില്ല. പിന്നെ സമൂഹം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നാട്ടുകാരും എല്ലാവരും ഇപ്പം പറഞ്ഞാലും എല്ലാവർക്കും അറിയാവുന്ന
അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ബാങ്കിലേക്ക് നിക്ഷേപിച്ചിട്ട് അതിൻ്റെ ലാഭത്തിൽ നിന്ന് എടുത്താണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സേവാഭാരതിയെ ഏൽപ്പിച്ചിട്ട് അവർ വഴിയേ ചെയ്യത്തുള്ളൂ. അന്നേരം ഈ വരുന്നവരെ അങ്ങ് അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കൈകാര്യം ചെയ്തോളും. അവർക്കറിയാം ഇത് ആരിൽ എത്തിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യം അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും സാമ്പത്തിക ഇടപാടിലൊന്നും അവരുടെ ഒരു മൈനസും നമ്മൾ കേൾക്കുന്നില്ല. ബാക്കിയുള്ള സംഘടനകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഈ മാറ്റങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നുകൊണ്ടാണ് ഞാൻ അവരിലൂടെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ജഗതി ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും ഒക്കെ തല കറങ്ങി വീഴുന്നൊക്കെ, അതുപോലെ എന്തെങ്കിലും ചെറിയ തലകറക്കം വല്ലതും വന്നു? ഓ ഇല്ല, അങ്ങനെ തലകറക്കമൊന്നുമില്ല. അങ്ങനെയൊക്കെ തലകറക്കം വരാമെന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഈ സാമ്പത്തികം മേടിച്ചവർ നമ്മുടെ ഇവിടെ തരാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പോലും നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പൈസകൾ കാണുമ്പോൾ ഉള്ള അങ്ങനെയുള്ള കാര്യക്കും അത് ഈ തലവിറ്റുക അങ്ങനെയുള്ള വിഷയങ്ങളില്ല. അപ്പം ഇവിടെ മറ്റേ വീട്ടിലെ അംഗങ്ങൾ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടിലെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവരിപ്പോഴും പശുവിനെയൊക്കെ വളർത്തി എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാനുള്ള മനസ്സോടെ ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ വൈഫുണ്ട്, കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോയേക്കുവാണ്. വൈഫിൻ്റെ പേര് രശ്മി, മോടെ പേര് ധീരജ, മോൻ്റെ പേര് ധീരജ്. ഇത് കുഞ്ഞുങ്ങൾ ലോട്ടറി അടിച്ചു എന്നൊക്കെ അറിഞ്ഞു. അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും വല്ലാതെ അറിയില്ല. പക്ഷെ അവർക്ക് എങ്ങനെയായിരുന്നു അവരുടെ ഒരു ഹാപ്പി, സന്തോഷം? അവർ വളരെ ഹാപ്പിയാണ്. അല്ലെങ്കിലും ഞാൻ ഈ കുട്ടികളോട് കൂടുതൽ അടുത്ത് ഇടപെടുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് അവർക്കറിയാം. പിന്നെ അവരെന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം സാധിച്ചു. അവർക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ ചെണ്ട, മോന് കുതിര പഠിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുതിര, ഇതെല്ലാം കാര്യങ്ങളും നമ്മൾ പിള്ളേർക്ക് വേണ്ടി അന്നേരം ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് അന്നേരം അതിനെപ്പറ്റിയുള്ളൊരു പെട്ടെന്നൊരു ഇതൊന്നും ഇല്ല. സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ കുട്ടികളിപ്പം 58 കുട്ടികളും ചെണ്ട പഠിക്കുന്നത് അവരുടെ സന്തോഷം. അങ്ങനെ കുട്ടികളുടെ സന്തോഷം. ഞാനിപ്പോൾ അവരുടെ കൂടെ ഇവിടെ എല്ലാവരും പറയും എൻ്റെ കുട്ടികൾ മാറിയിട്ടില്ലെന്ന് പറയും. അങ്ങനെ ജീവിതം ഇങ്ങനെ സന്തോഷകരമായി ഇങ്ങനെ പോകും. അങ്ങോട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതും അങ്ങനെ തന്നെ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ വീടൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ ഇങ്ങനെ പണ്ടത്തെ പഴയ തനിമയോടെയുള്ള ഒരു വീട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ അതുകൂടെ ഞാൻ തന്നെ എൻ്റെ ഐഡിയയിലുള്ളതായിരുന്നു ഇങ്ങനെ ഈ ഡിസൈൻ ചെയ്ത് ചിലവ് ചുരുക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും എന്നെ സമീപിക്കും. ഇതേപോലെ എന്താവശ്യം ഉണ്ടെങ്കിലും മൊബൈൽ മേടിക്കണമെങ്കിലോ അങ്ങനെയുള്ള നമുക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത് വെച്ചാൽ മൊത്തം ഓടിനകത്താണ് ചെയ്തേക്കുന്നത്. നമ്മുടെ കായംകുളം കൊട്ടാരം ചെയ്തേക്കുന്നതിൻ്റെ കൂട്ട് ഇത് എഞ്ചിനീയറിങ്ങോ പ്ലാനോ ഇല്ലാതെ എൻ്റെ ഐഡിയയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞ പണിക്കാർ അതേ രീതിയിൽ ചെയ്തു തന്നേക്കുവാണ്. എൻ്റെ പണി തീർന്നിട്ടില്ല. പണി കുറേശ്ശെ നമ്മുടെ സാമ്പത്തികം മൊത്തം എടുത്ത് ചെയ്താൽ ഈ സഹായിക്കുന്നതും നമ്മുടെ കാര്യവും നിന്ന് പോകും. ബാക്കി ഇനിയിപ്പം പണി നിർത്തിയിട്ട് 1-2 മാസത്തിനകത്ത് തന്നെ എൻ്റെ ഫംഗ്ഷൻ നടത്തും. ഫംഗ്ഷൻ നടത്തുമ്പോൾ ഈ നാട്ടുകാരെല്ലാവരും കൂടും. എല്ലാവർക്കും ഉള്ള അന്നേരത്തെ ആ ഫംഗ്ഷൻ നടത്താനിരിക്കുന്നത് എല്ലാവർക്കും ഉള്ള ചിലവ് ചെയ്യാൻ എല്ലാവരും വിളിക്കുന്നുണ്ട്. ചിലവ് അന്നേരം ഇതെല്ലാം ഒരുമിച്ച് നടത്താൻ വേണ്ടി 1-2 മാസത്തിനകത്ത് തന്നെ അത് ചെയ്യാനാണ്. അതെല്ലാം തടിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്താലുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടാരങ്ങളൊക്കെ 40 കൊല്ലം 400 കൊല്ലം 500 കൊല്ലമൊക്കെ പഴക്കമുണ്ടെന്ന് പറയും. നമ്മുടെ മഴയും വെയിലുമുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്, നമ്മുടെ ഈ കൂര ടൈപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതെനിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന അതുകൊണ്ടായിരിക്കും. നമ്മൾ വീട്ടിൽ AC ഒന്നുമില്ല, ഫാനും രാത്രി ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെ നാച്ചുറലായിട്ട് ഇത് ചെയ്തേക്കുന്നതിൻ്റെ പോച്ച തന്നെ ചെയ്തേക്കുന്നതിൻ്റെ കാര്യം ചൂടടിച്ച് പെരയ്ക്കകത്ത് കയറത്തില്ല. ഇവിടെ ചൂടടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ചൂടടിച്ച് കയറും. തറയോടൊന്നും ഉപയോഗിക്കുക. അതെല്ലാം നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. പച്ചക്കറിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫാമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വേറെ കുറച്ച് അതിഥികളെ ഞാൻ പുറകിൽ കണ്ടു. ഇവിടെ 2 പേരുണ്ട്, പട്ടിയുണ്ട്. ഇപ്പോൾ മോന് കുതിര വേണമെന്ന് പറയുന്നത് ഞാൻ അവൻ്റെ പറഞ്ഞു. കുതിര നമ്മുടെ സുഹൃത്തിൻ്റെ മോനുണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. പഠിച്ചു വരാം. ഇച്ചിരി പക്വതയായിട്ട് അതിനെപ്പറ്റി ആനയെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആനയെ വളർത്തുന്നൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. മൃഗങ്ങളുടെ പ്രത്യേക ഒരു ഇതുണ്ട്. അത് വീട്ടിലെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിലും മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ വേറൊരു സംഭവം കൂടെ കണ്ടു. അപ്പോൾ ഇതെന്താണ് എന്നൊന്നുകൂടെ പറഞ്ഞു തരണം. അത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 10-60 കുട്ടികളോളം ഇവിടെ ചെണ്ട പഠിക്കുന്നുണ്ട്. മുന്നേ ചെണ്ട പഠിക്കണമെന്ന് വലിയ ഇതായിരുന്നു. നമ്മുടെ MLA CR മകേഷ് ഇവിടെ വരും, ക്ലാസ്സിന് വരും. CR മകേഷിൻ്റെ ആശാൻ തന്നെയാണ് കുട്ടികളെ ചെണ്ടയൊക്കെ ഇത് നമ്മുടെ ഇരിക്കുന്ന കുറ്റികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവിൻ്റെ കുറ്റിയാണ്. ചെണ്ട ഉണ്ടാക്കുന്നതിൻ്റെ ഉൾഭാഗം തുറന്നെടുക്കുന്ന കുറ്റിയാണ്. ഇതിൽ കൊട്ടിയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇത് ശനി ഞായർ ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ അവർ കഥകളി, പഞ്ചാരി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരു അരങ്ങേറ്റ ബാച്ചുകാർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലാസ്സുകൾ പോകുന്നു. പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത് വെച്ചാൽ കുഞ്ഞുങ്ങൾ എന്നാണെങ്കിൽ മറ്റ് ഇതിൽ ദുശീലങ്ങളിലേക്കോ അല്ലെങ്കിൽ TV കാണാനോ ഒക്കെ ഉള്ള ഒരു മൊബൈൽ കാണുന്നതൊക്കെയുള്ള സമയം കുറയുകയും ചെയ്യും.
മറ്റു കൂട്ടുകെട്ട് ഒഴിവായിട്ട് നല്ലൊരു കൂട്ടുകെട്ടിലേക്ക് പോവുകയും ചെയ്യും, ഒരു തനതായ കല പഠിച്ചിരിക്കാം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ഒന്ന് ലെവൽ ചെയ്ത് വിടാവുന്ന അടിസ്ഥാന ലെവൽ ചെയ്ത് വിടാമെങ്കിൽ പിന്നെ അവർ ആ രീതിയിലോട്ട് അങ്ങ് പോയിക്കോളൂ. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ അറിയാമല്ലോ, മയക്കുമരുന്നും കഞ്ചാവിൻ്റെ ഒക്കെ പിന്നിലാണ്. രക്ഷകർത്താക്കൾക്കൊക്കെ ഭയങ്കര സങ്കടമുള്ളതാണ്. അന്നേരം ആ ഒരു കുട്ടികളോട് നല്ലതാവട്ടെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി. ഇപ്പം മോൾ ഡാൻസിന് പോകുന്നുണ്ട്. ഇപ്പം മോളുടെ പരിപാടി വേൾഡ് റെക്കോർഡിൻ്റെ എറണാകുളത്ത് വെച്ച് 29-ാം തീയതി പരിപാടിയുണ്ട്. മോൻ്റെ ഇപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് വലിയൊരു പരിപാടി നടന്നിരുന്നു. ഇപ്പം പരിപാടികൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ലോട്ടറി, അതായത് പലർക്കും 1-2 പ്രാവശ്യമൊക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോട്ടറിയൊക്കെ 1-2 പ്രാവശ്യം എടുത്ത് അടിച്ചില്ല, നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ലോട്ടറി എടുത്ത് ആരും അഡിക്റ്റ് ആവരുതെന്നുള്ള ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പല ആൾക്കാരും ഈ ജോലിക്ക് പോയിട്ട് 1000 രൂപ ശമ്പളം കിട്ടുന്നെങ്കിൽ അത് ഒരു 500 രൂപയുടെ സെയിം ലോട്ടറിയൊക്കെ എടുക്കും. ഒരു നമ്പർ സീരീസ് ഉള്ളത് ബൾക്കായിട്ട് എടുക്കുക. പിന്നെ ബാക്കി പൈസയ്ക്ക് മദ്യപിച്ചിട്ട് വീട്ടിൽ ചെന്ന് കയറിയിട്ട് പിറ്റേന്നും ഇല്ല ലോട്ടറി എടുക്കണമല്ലോ എന്ന് ചിന്താഗതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് അങ്ങനെ ചെയ്യരുത്. വല്ലപ്പോഴും കാണും, അല്ലെങ്കിൽ ഒരു ടിക്കറ്റോ 40 രൂപയുടെ ഒരു ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ മൈൻഡ് മാറ്റി ഇതേപോലെ ബമ്പർ മാത്രം എടുക്കുക. എന്നിട്ട് 45 ദിവസം കൂടി നറുക്കെടുപ്പ് വരുന്നുള്ളൂ. അന്നേരം അതെടുക്കാമെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് പോകുന്നില്ല. ഈ പൈസ തന്നെ അവർ വല്ല ചിട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്തിട്ട് അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ദിനേശ് ചേട്ടൻ പറഞ്ഞതുപോലെ കൈ കിട്ടുന്ന കാശ് മുഴുവൻ ലോട്ടറി എടുത്ത് കളയാതെ ഇതുപോലെ ദിനേശ് ചേട്ടനെ പോലെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെയും ഭാഗ്യം തേടി എത്തുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ദിനേശ് ചേട്ടൻ്റെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു. ഇനിയും 12 കോടി അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ദിനേശ് ചേട്ടൻ ഒരു കണക്കുകൂട്ടലുണ്ട്. അപ്പം ഇനിയും കുറേ കൂടി മേലോട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കണ്ടു, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കിത് കിട്ടിയതുകൊണ്ട് വേണമെങ്കിൽ കുറേ വസ്തുക്കളോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സഡ് ആയിട്ട് ഇട്ടുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ നാടിന് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ഇനി കുറച്ച് നാളൂടെ ജീവിച്ചിരിക്കും. അന്നേരം അത് കഴിഞ്ഞാൽ അടുത്ത തലമുറ, പിന്നെ അതിനെപ്പറ്റി നമ്മൾ ജീവിച്ചിരുന്ന പോലും ഒരു ഇതില്ല. നമ്മുടെ ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഇതിൻ്റെ ഫലം കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് അവരുടെ വേണ്ടി ഒരു പൈസ അതിനുവേണ്ടി മാറ്റിയിട്ട് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കയിടത്തും നമ്മൾ ഈ വീടുകളൊക്കെ ആയിട്ട് സഹകരണം ഉണ്ടായിട്ട് ഇപ്പം അച്ഛൻ്റെ ആണ്ടാന്ന് പറഞ്ഞ് വിളിക്കും. ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ആണ്ടും ഇല്ല, ഈ ബന്ധങ്ങളും ഒന്നുമില്ല. അന്നേരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കാരും സമൂഹത്തിലുള്ളവരും ഒക്കെ നല്ല രീതിയിൽ പോകുകയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ നമ്മൾ ദിനേശ് ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പം ദിനേശ് ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഭാഗ്യം എപ്പോൾ വേണമെങ്കിലും, അല്ലേ, ഭാഗ്യം എപ്പോൾ വേണമെങ്കിലും നമ്മളെ തേടിയെത്താം. അപ്പം ലോട്ടറി കൈ കിട്ടുന്ന കാശ് മുഴുവൻ ലോട്ടറിക്ക് വേണ്ടി ചിലവാക്കാതെ വല്ലപ്പോഴും ഒരു ലോട്ടറി ഒക്കെ എടുത്താൽ ഇതുപോലെ നമുക്കും ഭാഗ്യം നമ്മളെ തേടിയെത്തുമെന്ന് നമുക്കും വിശ്വസിക്കാം. അപ്പം ദിനേശ് ചേട്ടൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ ശശി ഫോക്കസിനൊപ്പം വിദ്യാമിഥുൻ.